ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തങ്കീസ് ഡയറി. ഓച്ചിറയിലെ വൃശ്ചിക മഹോത്സവം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ പ്രധാനമായി 2 ഉത്സവമാണ് നടക്കാറുള്ളത്. ഒന്ന് 28-ാം ഓണം, പിന്നെ വൃശ്ചിക മഹോത്സവവും. അതായത് മലയാള മാസം 1 മുതൽ 12 വരെ ഈ 12 ദിവസമാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ 12 ദിവസവും ആളുകൾ അവിടെ വന്ന് കുടിലുകൾ കെട്ടി ഭജന ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എല്ലാം ഒരു കൂട്ടായ്മയാണ് അവിടെ. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കച്ചവടം ഒഴിവാക്കിയ ഒരു ഉത്സവം ഇല്ല. കാരണം 10 രൂപ തൊട്ടുള്ള സാധനങ്ങൾ നമുക്കവിടെ വാങ്ങിക്കാനും കാണാനും സാധിക്കും. കൂടുതൽ നമുക്കവിടെ പലതരം ആളുകളെ കാണാൻ സാധിക്കും. അവിടെ ഭജന ഇരിക്കുന്ന ആളുകളുണ്ട്, അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആളുകളുണ്ട്, ഇതുപോലെയുള്ള കച്ചവടങ്ങളും അതൊക്കെ കണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകളുണ്ട്. 22 ഏക്കറോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. പക്ഷേ ഇവിടെ അമ്പലമല്ല, ഇവിടെ ആൽത്തറയിലാണ് ഇവിടുത്തെ ദേവൻ കുടികൊള്ളുന്നത്. ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് അന്നദാനവും അതുപോലെ 8 കണ്ട് ഉരുളിച്ചയുമാണ്. അമ്പലം നമുക്ക് അടുത്തായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട് തൊഴാൻ വേണ്ടി. ഇന്ന് ഞാൻ ശരിക്കും പോയിരിക്കുന്നത് സാധനങ്ങൾ കാണാനും അത് വാങ്ങിക്കാനും ഒക്കെയുള്ള ഉദ്ദേശത്തെയാണ് കേട്ടോ. രൂപയ്ക്ക് കുട്ടികളുടെ ചെരുപ്പുകൾ 100 രൂപയ്ക്ക്, ലേഡീസ് ബാഗുകൾ 300 രൂപയ്ക്ക്, ലേഡീസ് ഷൂസുകൾ വെറും 25 രൂപയ്ക്ക്. ഈ വിലക്കുറവിൽ അനുഭവിച്ചറിയൂ. എത്രയാ? 100? ഈ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചുമ്മാതെങ്കിലും കയറാതെ പോവാത്ത പെൺകുട്ടികളുണ്ടാവുമോ? ഞാനും അങ്ങനെ തന്നെ കയറിയതാണ്. ആ ബംഗാളി ചേട്ടനെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1-2 കമ്മലെടുത്തു. ആ കൂടെ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളും വാങ്ങി.
കുടിലുകൾ. ഇത് ശരിക്കും അമ്പല കമ്മിറ്റിക്കാർ തന്നെ കെട്ടുന്ന കുടിലുകളാണ്. ഇവിടെ നമ്മൾ ഭജന ഇരിക്കുന്നവർ വന്ന് താമസിക്കുകയാണ്. അവിടെ തന്നെ ആഹാരം പാചകം ചെയ്യും. പിന്നെ അതുപോലെ അവിടെ വരുന്ന ആളുകൾക്ക് അവർ ആഹാരം വിളിച്ച് കൊടുക്കുകയും ചെയ്യും. ഉച്ചയ്ക്കാണെങ്കിൽ ചോറ്, അതുപോലെ വൈകിട്ടാണെങ്കിൽ പുഴുക്ക് അങ്ങനെ കൊടുക്കും. അപ്പം നമ്മൾ ആ ചെന്ന സമയം ഉച്ച ആയതുകൊണ്ട് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആഹാരം വേണോ. അതൊരു ആചാരത്തിൻ്റെ കൂടി ഒരു ആചാരം കൂടിയാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് വയറ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ചെടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്താണ് ശരിക്കും. അതുകൊണ്ട് നമ്മൾ ചെടി വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. ആ ഒരു സെക്ഷനിലേക്ക് പോയി എന്തോരം ചെടികൾ എനിക്ക് എല്ലാം വാങ്ങിച്ചു കൂട്ടണം എന്നുണ്ട്. പക്ഷേ നമ്മൾ സ്കൂട്ടറിനാണ് പോയത്. നമുക്കത് വാങ്ങിച്ച് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം അന്നേരം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഒരു ദിവസം വന്ന് വാങ്ങിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളൊന്നും വാങ്ങിയില്ല. പക്ഷെ എല്ലാം കയറി കണ്ടു. അതിനെങ്ങനെയാ വിളക്ക്? 25 രൂപ. അതായത് 20 50 രൂപ, 2 50 രൂപ, 3 50 രൂപ, സ്റ്റാൻഡുള്ള 2 50 രൂപ. ഇതിനെങ്ങനെയാ? 2 50 രൂപ. ഒരെണ്ണടുത്ത് 30 രൂപ, 2 50 രൂപ. ഇതിനോ? ഈ ചെറുതിനോ? അത് 20 രൂപ, 3 50 രൂപ. ചെറുകട്ട. ജിറാഫിന് എങ്ങനെയാ? 100. നല്ല ചട്ടി ഏതാ? അത് പൊട്ടിയതാണോ? ഇതോ?
അത് പൊട്ടിയതാന്ന് തോന്നുന്നു. അത് പൊട്ടിയതാന്നോടാ നോക്കിട്ടോ നല്ലത്. പൊട്ടിയത് നല്ലത്. ഇനിയും കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ കാട്ടിത്തരാമേ. അപ്പം നമ്മൾ പകൽ പോയപ്പോൾ നമുക്ക് റൈഡൊന്നും അന്നേരം ഒന്നും ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ കയറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ വൈകിട്ട് പിന്നെ പോയി ഒരു ദിവസം. അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പോയത് മരണക്കിണറിലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. ഒരു വല്ലാത്ത എല്ലാ കലാകാരങ്ങൾക്കും ക്ഷേത്ര സമിതിയുടെ